ഞാൻ ഒരുപാട് നാളായി മനസ്സാറെ കണ്ടിട്ട്. ഞാൻ പിന്നെ ഒന്ന് കാണാനിരിക്കുകയായിരുന്നു. ശരി. ഇതിപ്പോൾ ഈ സമാഗമം എന്ന് പറയുന്ന പരിപാടി ഞങ്ങൾ തുടങ്ങിയിട്ട് 50 എപ്പിസോഡുകളായി. ഈ ആദ്യത്തെ എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്തതിന് ശേഷം അന്ന് തൊട്ട് ഞങ്ങൾ സാറിനെ ഇങ്ങനെ വിളിക്കുന്നതാണ് ഈ പ്രോഗ്രാമിന്. ശരിയാണ്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇതിൻ്റെ ഫസ്റ്റ് ഗസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മുൻ മുഖ്യമന്ത്രി കരുണാകരനായിരുന്നില്ല അദ്ദേഹം. അത് കഴിഞ്ഞ ശേഷം എന്നെ പലതവണ ഇതിൽ വരണമെന്ന് വളരെ സന്തോഷപൂർവ്വം എന്നെ പ്രതിനിധി ക്ഷണിച്ചെങ്കിലും എല്ലാത്തിനും ഒരു സമയമുണ്ടെന്ന് പറയുന്ന പോലെ സമാഗമത്തിലും വരാനൊരു സമയമുണ്ടെന്ന് കരുതി ഇന്നെത്തിയെന്നുള്ളതാണ്. സന്തോഷത്തോടു കൂടിയാണ് വന്നതെന്ന് പറയുമ്പോൾ ഞാൻ അതിനേക്കാൾ കൂടുതൽ സന്തോഷിക്കാം. എനിക്കൊരു അപേക്ഷ അങ്ങോട്ടുണ്ട്. എന്താ വെച്ചാൽ അപ്പോൾ എന്നെ ഒന്ന് നിയന്ത്രിക്കണം. അതായത് ഒരു ആനയെ ഒരു പാപ്പാൻ നിയന്ത്രിക്കുന്ന ഒരു ലാഘവത്തിൽ പിടിച്ചില്ലെങ്കിൽ എൻ്റെ ഭാര്യ എപ്പോഴും പറയുന്നൊരു പരാതി അതാണ്. ഒരു മീറ്റിങ്ങിന് പോകുമ്പോൾ ഒരു കുടുംബ സംഗമത്തിൽ പോകുമ്പോൾ ചന്ദ്രേട്ടാ എന്ന് കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട കേട്ടോ. എന്നിട്ട് പറയും ഞാൻ എനിക്ക് വേറെ പണിയില്ല, ഞാൻ സംസാരിക്കും എന്ന് പറഞ്ഞ് ചെല്ലും. പക്ഷേ അവിടെ സിദ്ദീഖിനെ പോലെ 3 ആൾക്കാരെ കാണുമ്പം ഞാൻ കൂട് വിട്ട് പറക്കും. അപ്പോൾ അങ്ങനെ ഉള്ള സമയത്ത് പതുക്കെ ഒന്ന് പിടിച്ച് നിർത്തിയിട്ട് നമ്മുടെ അതിഥികൾക്ക് കൂടുതൽ സമയം സിദ്ധിച്ച് കണ്ടെത്തണം. ഞാൻ ഇടയ്ക്ക് കയറി സംസാരിക്കുന്നുള്ള ഉറപ്പാണ്. എന്താണ് അല്ലാത്തതെന്നാണ് എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്. കാരണം കഥാകൃത്താണ്, തിരക്കഥാകൃത്താണ്, സംവിധായകനാണ്, നടനാണ്, സംഗീത സംവിധായകനാണ്. എഡിറ്റിംഗ് ചെയ്തോ? എഡിറ്റിംഗ് ഉണ്ട്. ഞാൻ അച്ചുവേട്ടൻ്റെ വീഡിയോ സമാധാനങ്ങളൊക്കെ ഞാൻ എഡിറ്റ് ചെയ്തു. പിന്നെ ഇനി ഫോട്ടോഗ്രാഫി മാത്രമേ ഉള്ളൂ. അതേ ഉള്ളൂ. അത് ക്യാമറയുടെ മുമ്പിൽ നിന്നിട്ട് നമുക്ക് ഫോട്ടോഗ്രാഫി എടുക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് മാത്രം അതിൻ്റെ എല്ലാവരും ചോദിക്കും എന്തിനാണ് ഇതെല്ലാം കൂടെ. എനിക്ക് അത് ഓരോരുത്തരും അതിനെ കാണുന്ന ഓരോ രീതിയിൽ. ഞാൻ ആലോചിച്ചു എന്നെ പറ്റിയിട്ട് ഇതൊക്കെ ചെയ്യുന്ന എന്നേക്കാൾ സമർത്ഥരായ ആൾക്കാർ വേറെ ഉണ്ടെന്ന് എനിക്കറിയാം. ഓരോ ജാതകത്തിനും ഓരോ അലൈൻമെൻ്റ് ഉണ്ട്. ഞാൻ മനസ്സിലാക്കിയതാണ്. ഇതെല്ലാം കൂടെ ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥം ഓടുകയാണെന്നാണ്. അപ്പോൾ ആ സിദ്ദീഖിനോട് ചോദിക്കുക എന്തിനാ സാർ ഇങ്ങനെ ഓടുന്നത്? സിദ്ദിഖ് ചോദിക്കുന്നത് ഇത് ഓടാതെ മര്യാദയ്ക്ക് നടന്നാൽ പോരെ ഉവ്വ എന്ന രീതിയിലാണെന്ന് വെച്ചോളൂ. എൻ്റെ ഉത്തരവെന്ന് പറയുന്നത് നിൽക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് സിദ്ദിഖ് എന്നുള്ളതാണ്. ആ നിസ്സഹായതയാണ് ആ ഓട്ടത്തിന് പിന്നിലുള്ള. എനിക്കൊക്കെ നടനാവണം എന്നാണ് എൻ്റെ മോഹം. എന്നും നടനായിരിക്കണം, അഭിനയിക്കണം. എനിക്കിനിയും എന്നെ പല വേഷത്തിൽ പല രൂപത്തിൽ ആളുകളെ കാണിക്കണം. ഇതൊക്കെയാണ് എൻ്റെയൊക്കെ ഒരു മോഹം എന്ന് പറയാം. സാറിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ നടനാകണമെന്നായിരുന്നു മോഹം, അതോ ഒരു ഫിലിം മേക്കർ എന്ന്? അയ്യോ അല്ലല്ല. ഞാൻ എൻ്റെ അമ്മയാണ് സത്യം എന്ന് പറഞ്ഞ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് സംവിധായകനാകുക എന്നുള്ളതാണ്. നടനെന്ന് പറയുന്നത് എനിക്ക് കിട്ടിയ ബോണസാണ്. ഞാൻ പ്രതീക്ഷിച്ചതല്ല. അത് ഈ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ സ്കൂളിലൊരു നാടകമുണ്ട് ഭീഷ്മർ. മലയാള പാഠപുസ്തകത്തിൽ ഭീഷ്മറായിട്ട് എന്നെ പിടിച്ചിട്ടു. ആ ഭീഷ്മറെ കണ്ടു കഴിഞ്ഞാൽ ദാരിദ്ര്യം മൂത്ത് നിൽക്കുന്ന ഒരു രാജ്യത്ത് വന്ന ഭീഷ്മരാണ് അന്ന് തോന്നും. വണ്ണമൊന്നുമില്ല, വാരിയല്ലൊക്കെ തെളിഞ്ഞ കണ്ണ് മാത്രമുണ്ട്. പക്ഷെ എന്നെ തന്നെ സെലക്ട് ചെയ്തു. കിരീടമൊക്കെ വെച്ച് വൈകല്യങ്ങളൊക്കെ മറച്ചു വെച്ചപ്പോൾ ഒരുമാതിരി ഒരു ഭീഷ്മരുടെ ലുക്കും ഉണ്ട്. അപ്പോൾ അവിടുത്തെ അധ്യാപകനാണ് സംവിധായകൻ. അപ്പോൾ ഇദ്ദേഹം വന്ന് എന്നോട് പലതും പറയുമ്പം ഞാൻ ഇൻട്രപ്റ്റ് ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞത് നിയന്ത്രിക്കണമെന്ന്. അതെങ്ങനെ ശരിയാവുന്നത്? അതെന്തിനും അങ്ങനെ ചെയ്യേണ്ട ആവശ്യം? ഇങ്ങനെ ചെയ്താൽ പോരെ? ഒരു ഘട്ടത്തിൽ അദ്ദേഹം ഈ ഇറിറ്റേറ്റഡേ നീ ഞാൻ പറഞ്ഞ കൂടി ചെയ്തേച്ചാൽ മതി, ഞാൻ ഈ നാടകത്തിൻ്റെ സംവിധാനം മനസ്സിലായോ? അപ്പം സ്ട്രൈക്ക് ചെയ്തു. സംവിധായകനാണ്. ഇപ്പം സംവിധായകന് മാത്രമേ അയാൾ ആഗ്രഹിക്കുന്ന അതുപോലെ പ്രകടിപ്പിക്കാൻ പറ്റുമെന്ന് തീരുമാനിച്ചപ്പോൾ 13 വയസ്സ് അന്ന് ഞാൻ തീരുമാനിച്ചു സംവിധായകനാണ്. ഞാൻ നടനാകുമെന്നുള്ള സംഗതി ചിന്തിച്ചിട്ട് പോലും. കാരണം എൻ്റെ വീട്ടിലെ എൻ്റെ അമ്മാവൻ്റെ പെമ്മക്കൾ കളിയാക്കുവരും തന്നെ. ഈ സിനിമ പോകണം ആദ്യം കണ്ണാടി എടുത്ത് നോക്കും മുഖത്ത്. ഇത് കുറേ തവണ പറയുമ്പോൾ നമ്മൾ കൺവിൻസ്ഡ് ആവും. അല്ലെങ്കിൽ അഭിനയം അല്ലെങ്കിൽ ഈ സിനിമ എന്ന് പറയേണ്ട ഒരു തുടക്കം അതാണ്, സ്കൂളാണല്ലേ? അല്ല, പിന്നീട് ആദ്യം സാറിന് ഞാനൊക്കെ ഈ ബാലചന്ദ്ര മേനോൻ എന്ന് പറഞ്ഞ പേര് വായിക്കുന്നത് നാന എന്ന് പറയുന്ന വീക്കിലിലാണ്. അതെ, അത് നടന്മാരുടെ കൂട്ടത്തിൽ നടന്മാരെക്കാൾ സുന്ദരനായ ഒരു റിപ്പോർട്ടർ ഇരിക്കുന്ന കാണാം. അപ്പോൾ നാനയുടെ മദ്രാസ് ലേഖൻ ബാലേന്ദ്ര മേനോൻ. പിന്നീടാണ് സാറിൻ്റെ ഉത്രാടരാത്രി എന്ന് പറയുന്ന സിനിമ വരുന്നത്. പക്ഷേ ഉത്രാടരാത്രിയിലും സാർ നടനുമായിരുന്നു. ഒരു ചെറിയ വേഷം, ഒരു 3-4 സീനി വരുന്നൊരു വേഷം. പക്ഷെ വളരെ ക്രൂഷ്യലായ വേഷമാണ്. അതെ, നായകനായ ശശിയെ ഇങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്യുന്നൊരു കഥാപാത്രം. എങ്ങനെയാണ് സാർ ഈ ഉത്രാടരാത്രിയുടെ ഒരു തുടക്കം? എൻ്റെ സിദ്ദിഖ് അതൊക്കെ പറഞ്ഞാൽ നമുക്ക് എത്ര സമാഗമം കഴിഞ്ഞാൽ തീരുമെന്ന് അറിഞ്ഞു. എനിക്കൊന്ന് എഴുതണമെന്നുണ്ട്. അതായത് സിനിമയിൽ സംവിധായകനാകണമെന്ന് തീരുമാനിച്ച് ജീവിതത്തിൽ എന്താ പറയുക എല്ലാ സൗഭാഗ്യങ്ങളെയും കൈകൊണ്ട് മാറ്റിയിട്ട് അച്ഛൻ്റെ അമ്മയുടെ ഒറ്റപുത്രനായ ഞാൻ അങ്ങ് രംഗത്തിറങ്ങുക. അപ്പോൾ ഈ പറഞ്ഞ കണക്ക് അതിന് മുമ്പ് ഒരുപാട് അവസരങ്ങൾ വന്നു. മെഡിക്കൽ കോളേജ് അഡ്മിഷൻ കിട്ടി, അതിന് പോകുന്നില്ല. ജേർണലിസം ഞാൻ പഠിച്ച് പാസ്സായപ്പോൾ എനിക്ക് അന്ന് തന്നെ ടൈംസ് ഓഫ് ഇന്ത്യ ജോലി കിട്ടി, അതിന് പോയില്ല. പിന്നീടാണ് ഞാൻ ഈ നാന എന്ന് പറയുന്ന വാരികയുടെ പ്രതിനിധിയായിട്ട് മദ്രാസിൽ. അങ്ങനെ പോകുന്ന സമയത്ത് വീട്ടിലുണ്ടാകാവുന്ന സ്ട്രെയിൻ, എൻ്റെ അച്ഛൻ്റെ ഏക ആഗ്രഹം ഞാൻ IAS ആണെന്നാണ്. അതിനുവേണ്ടി തന്ന കാശ് എടുത്തിട്ട് വേണ്ടത്ത് വർമ്മ ഇവിടുത്തെ ഒരു കോച്ചിങ് സെൻ്റർ ഉണ്ട്, അവിടെ ഒന്ന് താമസിച്ചിട്ട് ആ കാശ് ഇൻവെസ്റ്റ് ചെയ്ത് അന്ന് പ്രൊഫഷണൽ നാട് ഉണ്ടാക്കിയാണ്. ശരി. അപ്പോൾ അങ്ങനെ എന്തുകൊണ്ടും അച്ഛൻ്റെ നോട്ടത്തിൽ ഇവൻ നന്നാകാൻ തീരുമാനിച്ചിട്ടില്ലല്ലോ എന്നുള്ള രീതിയിൽ എൻ്റെ അച്ഛനുമായിട്ട് പോലും ഏതാണ്ട് 1.5-2 വർഷം ഒരു വീട്ടിൽ താമസിച്ചാൽ മിണ്ടാതെ കഴിഞ്ഞിട്ടുണ്ട്. കാരണം അച്ഛൻ്റെ ആഗ്രഹങ്ങൾക്കൊത്ത് ഞാൻ വന്നില്ല എന്നുള്ള അച്ഛനത്. അത് ഏതച്ഛനും. ഇപ്പോൾ എനിക്കിന്നൊരു മകനുണ്ട്, അച്ഛനെന്ന് ചെയ്ത് തെറ്റാന്ന് ഞാൻ പറയുന്നില്ല.
പക്ഷേ എൻ്റെ ഉള്ളിൽ എനിക്കൊരു വിശ്വാസം, ഞാനിതാകും. റിസ്ക്കിലില്ല, ഭാര്യയില്ല, കുട്ടികളില്ല, കടപ്പാടുകളില്ല. ആകുമെങ്കിൽ ഇതാകും, അല്ലെങ്കിൽ വേണ്ട എന്ന് കരുതിയിരുന്നപ്പോഴാണ് നാനയിൽ പ്രവർത്തിച്ച് മദ്രാസിൽ ചെന്ന് സിനിമാക്കാരെയായി കാണാം. ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ അച്ഛനുമായിട്ടുള്ള ഈ മാനസികമായിട്ടുള്ളൊരു അകൽച്ച വന്നപ്പം അച്ഛനെ ആശ്രയിച്ചിട്ട് ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുന്നില്ല, വേറെ വഴിയുണ്ടോ എന്ന് നോക്കാം. അങ്ങനെ നാനയിൽ ചെന്ന് ജോലി വാങ്ങിച്ച് അന്നത്തെ എൻ്റെ ശമ്പളം മാസം 250 രൂപയാണ്. കോടമ്പാക്കത്ത് ഒരു കുടയും കുത്തി, പണ്ട് പ്രേംനസീർക്ക് സിനിമ വരത്തില്ല, ഒരു കുറിയൊക്കെ ആയിട്ട് ചെന്ന് ലാൻഡ് ചെയ്ത് അവിടെ ഒരു ഹോട്ടലുണ്ടെന്ന് മെജസ്റ്റിക് എന്ന് പറഞ്ഞു. അവിടെ പോയിട്ട് ആദ്യത്തെ ചായ കുടിക്കുക, കുടയൊക്കെ വെച്ചിട്ട് ഞാനൊരു ചായ ഓർഡർ. നല്ലൊരു വെളുത്ത പയ്യൻ, അവനെ കാണാനൊരു ചന്തമുണ്ട്, അവൻ്റെ മോറിനൊരു ചന്തം ഉള്ളതുകൊണ്ട് എൻ്റെ അത് പ്രതീക്ഷ ചെല്ലുക, സിനിമ കീഴടക്കുക, കഴിഞ്ഞ് പോരുക എന്നുള്ളതാണ്. അവൻ പറഞ്ഞ് ചായ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു, എന്താ എൻ്റെ പേര് പറഞ്ഞു. സാറെന്താ? ഞാനിവിടെ ഈ നാനാ നേടുന്നുണ്ടോ? ഉണ്ട്, അതിൻ്റെ ഇവിടുത്തെ മദ്രാസിലെ ലേഖനം ഉണ്ടെന്നിരിക്കുക. ഈ ഹോട്ടലിലേക്ക് അല്ലല്ല, എന്ത് അഭിനയിക്കാൻ വന്നാ? എന്നിട്ട് ഇങ്ങനെയായി എന്നും പറഞ്ഞ് ഞാൻ ചായ എടുത്ത് പോയ സമയത്ത് ഒരു ഫ്ലാഷ് ഫോർവേഡ് എൻ്റെ ഗതി ഇതാവും. ആഗ്രഹങ്ങൾ കൊണ്ട് വന്നിരിക്കുക നമ്മൾ. പക്ഷെ അന്നത്തെ ആ നാനയിലെ എൻ്റെ എൻട്രി ആയിരുന്നു സിനിമയിലേക്കുള്ള എൻ്റെ തുടക്കം. അപ്പോൾ എൻ്റെ മെയിൻ ജോലി വൈകുന്നേരം ആകുമ്പോൾ ഞാൻ താമസിക്കുന്ന ലോഡ്ജിൽ ഇരുന്ന് വെച്ച് സിനിമാ കഥകൾ പറയുക. അങ്ങനെയുള്ള ഭ്രാന്തമാരെ കണ്ടിട്ടില്ലേ? ഏത് കഥ റെഡിയാണ് ചോദിച്ചാൽ മതി. ആ കൂട്ടത്തിൽ ചെറുപ്പക്കാരുണ്ട്, അയാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുക. അദ്ദേഹത്തിൻ്റെ പേരാ ശശി എന്ന് പറയുന്നത്. ഒരു കഥ ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ നേരത്തെ എൻ്റെ ചോദിച്ചു, മിസ്റ്റർ മേനോൻ, ഞാൻ ഒരു കാര്യം ചോദിക്കണം, എന്താണ് ഈ സിനിമയാക്കാൻ പറ്റുമോ? പിന്നെന്താ, സിനിമയാക്കാം, ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാം. എനിക്ക് വിശ്വസിക്കാൻ വയ്യ. പ്രൊഡ്യൂസ് ചെയ്യുമോ? ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാം. പക്ഷേ ഒരു വ്യവസ്ഥയുണ്ട്. എന്താണ്? എനിക്കൊരു നായകനായിട്ട് അഭിനയിക്കണം. നിങ്ങൾ വിശ്വസിക്കത്തില്ല, ശശി പുതുമുഖ നടൻ, ഞാൻ പുതുമുഖ സംവിധായകൻ. ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റിൽ ശശി വരും രാത്രിയിൽ. സ്ക്രിപ്റ്റ് റെഡി, ഉത്രാട രാത്രി. ശശിയെ പിടിച്ച് നിർത്തും. ക്യാമറയില്ല, ഫിലിമില്ല. ഞാൻ സ്റ്റാർട്ട് പറയും. കാരണം എനിക്കത് പഠിക്കണം. കാരണം ഞാൻ ആരുടെ ഏജൻറ്റായിട്ട് ഇരുന്നിട്ടില്ല. സ്റ്റാർട്ട്, ധൈര്യം കേട്ടോ ശശി, ആക്ഷൻ, കട്ട്. ക്യാമറയും ഫിലിമും ഇല്ലാതെ ഞങ്ങൾ ഇംപ്രവൈസ് ചെയ്തിട്ട് നടന സംവിധാനമായതാണ് സത്യം പറഞ്ഞാൽ. ഞാൻ ഉത്രാട രാത്രിയുടെ സെറ്റിൽ വെച്ചിട്ട് മരിച്ചുപോയി ആ ക്യാമറാമാൻ ഹേമേന്ദ്രൻ. അദ്ദേഹത്തിനോട് ഞാൻ ഉച്ചയ്ക്ക് ഒരു 3 മണിക്ക് തോപ്പിൽ വീട്ടിലാണ് ഷൂട്ടിങ്. ഞാൻ ക്യാമറയിൽ അവിടെ നോക്കുന്ന സ്ഥലത്ത് ഞാൻ പറഞ്ഞു, ഹേമേന്ദ്രൻ, എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ നിമിഷമാണിത്. ഞാൻ എൻ്റെ ക്യാമറയിൽ കൂടെ നോക്കാൻ പോവാണ്. അങ്ങനെ നോക്കിയപ്പോൾ ഞാൻ ആ അമ്മയാണ് സത്യം പുസ്തകത്തിൽ പറഞ്ഞു, ഞാൻ കണ്ടതൊരു ചതുരമാണ്. ഈ ചതുരത്തിൽ കാര്യങ്ങൾ ഒതുക്കണം. അങ്ങനെ ഞാൻ എൻ്റെ സംവിധാന ജീവിതം ആരംഭിക്കും. സിനിമ സാറിൻ്റെ ഉള്ളിൽ നേരത്തെ മുതലുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കണേ, ഓർമ്മയിൽ ആദ്യത്തെ സിനിമ ഏതാണെന്ന് ഓർക്കാൻ കഴിയുന്നത്? ഞാൻ എൻ്റെ ഓർമ്മയിൽ ആദ്യം കണ്ടുവെന്ന് ചിന്തിക്കുന്ന ഒരു സിനിമ സേതുമാധവൻ സാറ് ഡയറക്റ്റ് ചെയ്ത കണ്ണും കരളുമാണ്. കമലഹാസൻ ഒരു കൊച്ചുകുട്ടിയായിട്ട്. ആ പടമാണ് ഞാൻ എൻ്റെ ഓർമ്മയിൽ ആദ്യം കണ്ടത്. അന്ന് എൻ്റെ ധാരണ ഈ കഥാപാത്രങ്ങളൊക്കെ എൻ്റെ ബാക്കിലിരിക്കുകയെന്നാണ്. ഈ സിനിമയിലെ ഈ രംഗങ്ങളെ കണ്ട് വീട്ടിൽ പോയി കിടക്കുമ്പോൾ ഞാൻ അവർക്ക് വേണ്ടി പലപ്പോഴും മനസ്സുകൊണ്ട് നൊന്തിട്ടുണ്ട്. അയ്യോ, ആ കുട്ടിയുടെ കാര്യം എന്തായിരിക്കും, എല്ലാവരും വഴക്കടിച്ചു, അതിൻ്റെ പ്രശ്നം എന്താണ് അറിയത്തില്ല. ഒരു സാങ്കേതികത്വം അന്നും ഇന്നത്തെ മാതിരി മാധ്യമമൊന്നുമില്ല, നമുക്കറിയാവുന്ന കൊച്ചറിവല്ലേ ഉള്ളൂ. എനിക്ക് സിനിമയിൽ വരണം, ഇങ്ങനെ സംവിധായകനാകണം എന്നൊക്കെയുള്ള മോഹങ്ങളുള്ളിലുള്ള അത് പങ്കുവെക്കാനുള്ളൊരു കൂട്ടുകാരൻ ആരായിരുന്നു സാറിന്? 8, 9, 10 ക്ലാസ്സുകളിൽ പഠിക്കുക. പിന്നെ ഫാറ്റിമ കോളേജിൽ പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ. ഈ സമയത്ത് ഞാൻ ഇടവയെ താമസിക്കുക. അച്ഛനവിടെ സ്റ്റേഷൻ മാസ്റ്റർ. രാത്രി ആകുമ്പോൾ ഞാൻ ഊണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പതുക്കെ പുറത്തേക്ക് ഇറങ്ങും. അവിടെ വലിയ വിജനമായ സ്ഥലം, വലിയ യാത്രക്കൊന്നുമില്ല. അപ്പം അന്ന് ഞങ്ങളുടെ ഈ ക്വാർട്ടേഴ്സിൻ്റെ തൊട്ട് മുമ്പിൽ ഒരു മുറുക്കാൻ കടയുണ്ട്. ആ മുറുക്കാൻ കടയിൽ 11 മണി വരെ ഒരു വിളക്ക് കത്തും. അപ്പോൾ അതിൻ്റെ ഉടമ എന്ന് പറയുന്ന കക്ഷി ഒരു വിജയൻ എന്നാണ് പേര്. വിജയൻ ഇങ്ങനെ ബീഡി തീർക്കും. ബീഡി തീർത്തിട്ട് കഴിഞ്ഞാൽ ഞാനിത് വാങ്ങിച്ചതിന് നൂല് കെട്ടും. ഇതിനിടയിൽ കൂടെ സിനിമയുടെ കഥയും പറയും. എനിക്കൊരു ഓഡിയൻസ്, ഒരു പ്രേക്ഷകൻ വേണ്ട എനിക്ക്. ബീഡി നമ്മൾ കെട്ടിക്കൊടുക്കുന്നൊരു അതിൽ കൂടെ വരുന്ന ഈ മെനഞ്ഞെടുക്കുന്നൊരു കഥ കൂടെ.